Hello my dear students, welcome to our tele classes. Last sessionil നമ്മൾ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ്, വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്, ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസുമായി ബേസ് ചെയ്തൊരു പ്രോബ്ലം വെച്ചാണ്. ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ക്വസ്റ്റ്യൻ നോക്കൂ. എ പുള്ളി ഫിക്സ്ഡ് ടു ദ സീലിംഗ് ക്യാരീസ് എ ത്രെഡ് with bodies M1 and M2 attached to the ends. ഉണ്ടല്ലോ, ത്രെഡിൻ്റെ അറ്റത്ത് രണ്ട് മാസുകൾ M1 M2. Masses of the pulley and thread are negligible. പുള്ളിയുടെ മാസ് നെഗ്ലക്റ്റ് ചെയ്യാം, അതുപോലെ ത്രെഡിൻ്റെ മാസ് നെഗ്ലക്റ്റ് ചെയ്യാം. ഫ്രിക്ഷൻ ഈസ് ആബ്സെൻറ്റ്. ഇവിടെ ഫ്രിക്ഷൻ മീൻ ചെയ്യുന്നത് ത്രെഡും പുള്ളിയും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗ്ലിജിബിൾ, ഓർ യു ക്യാൻ നെഗ്ലക്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് ഇനേർഷ്യ ഓഫ് ദി സിസ്റ്റം, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഞാൻ സിറ്റുവേഷൻ പറയാം. ഇനീഷ്യലി ദാ M1 ഇവിടെയാണ്, M1, M2 ഇതാ ഇവിടെ നിൽക്കുന്നു. ഓക്കെ, M1 M2 ഇതാ ഇനീഷ്യലി ഇങ്ങനെയായിരുന്നു. പുള്ളിയുടെ മുകളിൽ ഇതാണ് നമ്മുടെ ത്രെഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ദാ M1 M2 ജോയിൻ ചെയ്യുന്ന ലൈൻ വരച്ചു. ആ ലൈനിൽ ദാ സെൻറ്റർ ഓഫ് മാസ് വരുന്നു. ഇതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ. ഇതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. ദെൻ നമ്മൾ സിസ്റ്റം റിലീസ് ചെയ്തു. ലെറ്റ് us assume M1 ഗ്രേറ്റർ ദാൻ M2. M1 ഗ്രേറ്റർ ദാൻ M2 ആയാൽ എന്താ സംഭവിക്കുക? ഇതാ നോക്കൂ, M1 ഗ്രേറ്റർ ദാൻ M2 ആയാൽ M1 താഴേക്ക് വരുന്നു. അപ്പോൾ നോ ഡൗട്ട് M2 ഇവിടേക്ക് മുകളിലോട്ട് കയറും അല്ലേ? അപ്പോൾ ആഫ്റ്റർ എ വൈൽ എന്ത് സംഭവിച്ചു? ദാ M1 ഇവിടെ എത്തി. ഒരു ഇൻസ്റ്റൻ്റ് കേട്ടോ, മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഇൻസ്റ്റൻ്റാണ് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് M2. വീണ്ടും ഞാൻ M1 M2 ജോയിൻ ചെയ്യുന്ന ലൈൻ വരച്ചു. ദാ സെൻറ്റർ ഓഫ് മാസ് ഇതാ ഇവിടെ. ഇനീഷ്യലി സെൻറ്റർ ഓഫ് മാസ് ഇവിടെയായിരുന്നു, ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്. അതായത് M1 M2 മൂവ് ചെയ്യുമ്പോൾ ഒപ്പം ആര് മൂവ് ചെയ്യുന്നുണ്ട്? ആ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം, അതുപോലെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ കാണാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചത് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിസ്റ്റം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇനീഷ്യലി M1 താഴേക്ക് പോയി അല്ലേ, വിത്ത് ആൻ ആക്സലറേഷൻ A. അപ്പോൾ M2 എവിടേക്ക് പോകുന്നു? മുകളിലോട്ട് പോകണു വിത്ത് ആൻ ആക്സലറേഷൻ A. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, രണ്ടുപേരുടെയും ആക്സലറേഷൻ എന്തായിരിക്കും? സെയിം ആണ്. M1 താഴേക്ക് പോകുന്ന ആക്സലറേഷനും M2 മുകളിലോട്ട് പോകുന്ന ആക്സലറേഷനും മസ്റ്റ് ബി സെയിം. കാരണം ദേ ആർ കണക്റ്റഡ് ബൈ എൻ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്. അതായത് ഒരു ഗിവൻ ടൈം ഇൻ്റർവെലിൽ M1 എത്ര ദൂരമാണോ താഴേക്ക് പോയത് അത്ര ദൂരം തന്നെയാണ് M2 അതേ സമയം കൊണ്ട് മുകളിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം രണ്ടുപേർക്കും സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം രണ്ടുപേർക്കും സെയിം ആണല്ലോ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം അല്ലേ ആക്സലറേഷൻ. ഇപ്പോൾ രണ്ടുപേരുടെയും ആക്സലറേഷൻ സെയിം ആണ്. ഈ M1 ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? എന്താ M1 ഫ്രീ ബോഡി ഡയഗ്രാം നിങ്ങൾ വരച്ച് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. M1 എവിടേക്ക് പോകുന്നു? താഴേക്ക് പോകുന്നു. മുകളിലോട്ട് ആരുണ്ട്? ടെൻഷനുണ്ട്, T. അപ്പോൾ M1 താഴേക്ക് പോകാനുള്ള കാരണം ആരാ? M1G അല്ലേ? ഇപ്പോൾ ഇയാളുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇയാൾ താഴേക്ക് പോകുന്നു. അപ്പോൾ അയാളുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നു? M1A ഈസ് ഈക്വൽ ടു ഇയാൾ താഴേക്ക് പോയ ആക്സലറേഷൻ ആണ് കേട്ടോ, A. M1A ഈസ് ഈക്വൽ ടു നമുക്കറിയാം M1G മൈനസ് T. എന്താ താഴേക്ക് M1Gയും മുകളിലോട്ട് Tയും ഉണ്ട്. അപ്പോൾ M1G മൈനസ് T. ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, ഇക്വേഷൻ എഴുതി. ഇനി അതുപോലെ തന്നെ നമുക്ക് M2ലേക്ക് വരണം. M2 എവിടേക്കാണ് പോയത്? M2 മുകളിലോട്ടല്ലേ പോയത്? M2 മുകളിലോട്ട് പോകാൻ കാരണം ആരാണ്? ആ വയറിലെ ടെൻഷൻ അല്ലേ?
ടെൻഷൻ അല്ലേ M2നെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങൾക്കറിയാം സ്ട്രിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് ഈ സൈഡിലെയും ടെൻഷൻ സെയിം ആണല്ലോ. പക്ഷേ അയാളുടെ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്? താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. M2G. അങ്ങനെയാണെങ്കിൽ അയാൾ മുകളിലോട്ട് പോകുമ്പോൾ അയാളുടെ ആക്സലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അയാളുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം M2A = ഞാനൊരു കാര്യം ചെയ്യാം, ഡൗൺവേർഡ് ഡയറക്ഷൻ ഞാൻ പോസിറ്റീവാക്കി എടുത്തു. അപ്പോൾ M2A നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവാക്കി എടുക്കാം, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതാം, എന്നിട്ട് സൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ M2A = എന്ത് എഴുതാൻ പറ്റും? T - M2G. T - M2G. T അല്ലേ വലുത്, അതുകൊണ്ടല്ലേ അയാൾ മുകളിലോട്ട് കയറിയത്. അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ A × M1 + M2 = M1G - M2G. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലോ. അപ്പോൾ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ A = M1G - M2G by M1 + M2. This is the acceleration of M1 or M2. അപ്പോൾ M1 താഴേക്ക് പോകുന്ന ആക്സലറേഷൻ നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് M1G - M2G ബൈ ടോട്ടൽ മാസ്. അതുപോലെ തന്നെ M2 മുകളിലോട്ട് പോകുന്ന ആക്സലറേഷനും M1G - M2G ബൈ M1 + M2. ചെറിയൊരു വ്യത്യാസമുണ്ട്. M1ന്റെ ആക്സലറേഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ M2ന്റെ ആക്സലറേഷൻ എന്താക്കി എടുക്കണം? നെഗറ്റീവാക്കി എടുക്കണം. കാരണം ഒരു ഡയറക്ഷൻ പോസിറ്റീവായിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷൻ നെഗറ്റീവായിട്ട് ചൂസ് ചെയ്യണം, ഓപ്പോസിറ്റ് ഡിറക്ഷൻ നെഗറ്റീവായിട്ട് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ അല്ലേ? നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചതാണ് ഈ ഇക്വേഷൻ. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിലോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരുടെയും ആക്സലറേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ACM = നിങ്ങൾ പഠിച്ച ഇക്വേഷൻ പറയൂ. M1A1 + M2A2 all divided by M1 + M2 ആണല്ലോ. ഇപ്പോൾ ACMൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കാം. ACM = M1A1. ഇപ്പം M1 × A1 എന്ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ M1 - M2 × G by M1 + M2. ഇതാണല്ലോ ഇക്വേഷൻ. A1 - M2 × എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തത്? നോക്കൂ, A1 ഞാൻ ഡൗൺവേർഡ് ഡിറക്ഷൻ പോസിറ്റീവ് ആക്കി. അങ്ങനെയാണെങ്കിൽ A2 എന്ന് പറയുമ്പോൾ ഇയാളുടെ ആക്സലറേഷൻ അപ്വേർഡ് ആണ്, അവിടെ ഞാൻ മൈനസ് സൈൻ കൊടുത്തു. മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്, M1 - M2 by M1 + M2 × G. അപ്പോൾ നമുക്കറിയാം M1ന്റെ ആക്സലറേഷനും M2ന്റെ ആക്സലറേഷനും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത് നോക്കൂ, ഈ മൈനസ് സൈൻ വന്നിരിക്കുന്നത്. ഓക്കെ, ബൈ എന്ത് വരുന്നുണ്ട്? ബൈ ടോട്ടൽ മാസ് M1 + M2. ഇനി നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് = നമുക്കറിയാം ഈ M1 - M2 by M1 + M2 × G കോമൺ ആണല്ലോ. അപ്പോൾ M1 - M2 by M1 + M2 all into G. then within bracket ഫസ്റ്റിൽ ഇനി ബാക്കിയുള്ളത് M1 ബാക്കിയുണ്ട്, രണ്ടാമത്തിലെ M2 ബാക്കിയുണ്ട്, by M1 + M2. ഇപ്പം ന്യൂമറേറ്ററിൽ M1 - M2 × M1 - M2, M1 - M2 ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ M1 + M2, പിന്നെ ഒരു M1 + M2 ഉണ്ടല്ലേ. അപ്പോൾ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് = ഫൈനൽ ഇക്വേഷൻ M1 - M2 by M1 + M2 all square into G. ഓക്കെ, ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് M1ന്റെ ആക്സലറേഷൻ താഴേക്കാണെന്നും അത് പോസിറ്റീവായിട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, M2 മുകളിലോട്ടാണ് പോകുന്നത്, അയാളുടെ ആക്സലറേഷൻ ഞാൻ നെഗറ്റീവായിട്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കൂ, ഇവിടെ പോസിറ്റീവാണ്, അതായത് ഇയാൾ എവിടേക്ക് പോയി? താഴേക്ക് പോയി. അപ്പോൾ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്, ഇനീഷ്യലി സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്, ആഫ്റ്റർ എ വൈൽ ഇവിടെയാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് താഴേക്ക് പോകുന്നു. ദെൻ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ ആണ് M1 - M2 ഹോൾ സ്ക്വയർ by M1 + M2 ഹോൾ സ്ക്വയർ × G. ക്ലിയർ അല്ലേ? ഇപ്പം ലോസ് ഓഫ് മോഷനിൽ നമ്മൾ രണ്ടുപേരുടെയും
ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. രണ്ടും സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. നമ്മൾ ഇന്ന് കണ്ടത് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഇനേർഷ്യ ഓഫ് ദി സിസ്റ്റം പ്രൊവൈഡഡ് മാസ് ഓഫ് ദ പുള്ളി ആൻഡ് വയേഴ്സ് ആർ നെഗ്ലിജിബിൾ. സിസ്റ്റം എന്ന് പറയുമ്പോഴേ അവരെ കൂടെ കൺസിഡർ ചെയ്യണമായിരുന്നു. പക്ഷേ അവരുടെ മാസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? നിങ്ങൾക്കൊരു ഹോംവർക്ക് തരട്ടെ. ദ ഹോംവർക്ക്: സിസ്റ്റം റിലീസ്ഡ്, ദെൻ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. ഈ പ്രോബ്ലത്തിൽ M1 ഈസ് 3m, M2 ഈസ് m. മാസ് ഓഫ് ദ പുള്ളി, you neglect mass of the pulley and mass of the wire, and again assume no frictional force between the wire and the pulley. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. M1 3m, M2 m. ഇക്വേഷൻ പഠിപ്പിച്ചില്ലേ? ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 ഓൾ സ്ക്വയർ ഇൻറ്റു g. നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക, നമ്മളെ അറിയിക്കുക. ഓക്കെ. പ്രൊജക്ടൈലിൻ്റെ എക്സ്പ്ലോഷനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ? അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. എ ഷെൽ ഈസ് ഫയർഡ് ഫ്രം എ കാനൺ വിത്ത് എ മസിൽ വെലോസിറ്റി u by making an angle theta with horizontal. With a velocity u by making an angle theta with horizontal. The top of the trajectory, at the top of the trajectory, it explodes. അപ്പോൾ ഇതാണ് ടോപ്പ് ഓഫ് ദ ട്രജക്ടറി എന്ന് വിചാരിച്ചോളൂ. ഈ പോയിന്റിൽ വെച്ച് എന്തുണ്ടായി? The shell explodes into two fragments P and Q. Two fragments P and Q of equal mass. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നമ്പർ 1, നമ്പർ 2 രണ്ടായിട്ട് പൊട്ടി. ഇയാളുടെ മാസം m ആണെങ്കിൽ ഇയാളുടെ മാസം m/2 ആണ്, ഇയാളുടെ മാസം m/2 ആണ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ. ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് നോക്കൂ. ഈ മാസ് എക്സ്പ്ലോഡ് ചെയ്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഷെല്ല് ഹിറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ദാ ഈ പോയിന്റിലല്ലേ ഹിറ്റ് ചെയ്യുക. ആ ഡിസ്റ്റൻസിനല്ലേ നമ്മൾ റേഞ്ച് R എന്ന് പറയുന്നത്. റേഞ്ച് R. This is the point in which the body hit if there were no explosion. Clear അല്ലേ? പക്ഷേ ഇവിടെ സ്പ്ലിറ്റ് ആയി. Speed of the fragment P immediately after explosion become 0. Immediately after explosion 0 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ എക്സ്പ്ലോഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് P എന്ന് പറയുന്ന ബോഡി ഉണ്ടല്ലോ, P, അയാളുടെ മാസ് m/2 ആണ്, അയാളുടെ വെലോസിറ്റി 0 എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെന്ത് സംഭവിക്കും? ഗ്രാവിറ്റിയുടെ ആക്ഷൻ കാരണം ആ ബോഡി നേരെ താഴേക്ക് പോരും. ഇറ്റ് ഫോൾ വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പോൾ അത് എവിടെ വന്ന് ഹിറ്റ് ചെയ്യും? ഇതാ ഇങ്ങനെ താഴേക്ക് വന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും ആണല്ലോ. അതായത് എവിടെ ഹിറ്റ് ചെയ്യും? R/2 ഡിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എക്സ്പ്ലോഷൻ അയാളുടെ വെലോസിറ്റി 0 ആയതുകൊണ്ട് ഗ്രാവിറ്റിയുടെ ആക്ഷൻ കാരണം അയാൾ എവിടെ വന്ന് വീഴുന്നു? താഴെ വന്ന് വീഴുന്നു. ക്ലിയർ അല്ലേ? അതർ ഫ്രാഗ്മെന്റിനെ കുറിച്ച് പറയും. ഇതാണ് അടുത്ത ആൾ, അയാളെ കുറിച്ച് പറയാം. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. എക്സ്പ്ലോഷൻ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലല്ലേ സെൻറ്റർ ഓഫ് മാസ് ഹിറ്റ് ചെയ്യേണ്ടത്? അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഫോഴ്സ് ആണ്. ഇന്റേണൽ എക്സ്പ്ലോഷൻ കാൺ ചേഞ്ച് ദ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. വേർ ഡസ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ഫ്രാഗ്മെന്റ്സ് ഹിറ്റ് ദ ഗ്രൗണ്ട് എന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. സെൻറ്റർ ഓഫ് മാസ് എവിടെ തന്നെ ഹിറ്റ് ചെയ്യും? അതായത് സെൻറ്റർ ഓഫ് മാസ് പോകുന്ന വഴി ഇങ്ങനെയായിരിക്കും. CM, ഇതാ CM, ഇതാ CM. അപ്പം സെൻറ്റർ ഓഫ് മാസ് ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ അറ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോഴേ ആൻസർ ആയി. എന്താണ് ആൻസർ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താ? U² sin 2θ/g. U² sin 2θ/g. B is the answer. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രോബ്ലത്തിൽ അതർ ഫ്രാഗ്മെന്റ് ഉണ്ടല്ലോ, Q എന്ന് പറയുന്ന ഫ്രാഗ്മെന്റ്, അയാൾ എവിടെ പോയി വീഴുമായിരിക്കും?
ഒരു കാര്യം ഉറപ്പാണ്, ഒരാളുടെ വെലോസിറ്റി 0 ആണെങ്കിൽ മറ്റാളുടെ വെലോസിറ്റി ഒരിക്കലും 0 ആവാൻ പറ്റില്ല. കാരണം ഇനീഷ്യലി എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇയാൾക്കൊരു മൊമെൻ്റം ഉണ്ട്, മൊമെൻ്റം കൺസർവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ വേറൊരു പോയിന്റിലോട്ട് പോകാം. അയാൾ എവിടെ വന്ന് വീഴാം? മേ ബി ലൈക്ക് ദിസ്. ദാ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. ഒന്നുകൂടെ നോക്കട്ടെ. ഇതാ ഇങ്ങനെ പോയി 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 ഇതാ ഇവിടെ ഹിറ്റ് ചെയ്ത് വിചാരിച്ചോളൂ. ആ ഡിസ്റ്റൻസിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നോക്കൂ, ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും അറിയോ? ഇത് r/2 ആയിരിക്കും. കാരണം ഈ ഡിസ്റ്റൻസ് r/2 ആണല്ലോ. ഇയാളുടെ മാസം m/2 ആണ്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ മാസം m/2 ആണ്. അപ്പോൾ അയാൾ പോയത് ഇങ്ങനെയാണെന്ന് അസ്യൂം ചെയ്തോളൂ. നിങ്ങൾ എങ്ങനെ പോയിരിക്കും? ഇതാ ഇവിടെ വന്ന് വീണു. ഇതാ ഒരാളിവിടെയും ഒരാളിവിടെയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, സെൻറ്റർ ഓഫ് മാസ് ചെന്ന് വീഴുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് r ഡിസ്റ്റൻസ് അകലെ, P വന്ന് വീഴുന്ന നേരെ താഴെ, അറ്റ് എ ഡിസ്റ്റൻസ് r/2 ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. അങ്ങനെയാണെങ്കിൽ Q ചെന്ന് വീഴുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസ് അകലെയായിരിക്കും വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഫിഗറിലോട്ട് നോക്കൂ. r + r/2 3r/2 അല്ലേ? പക്ഷെ ക്വസ്റ്റ്യൻ നിങ്ങളോട് അതൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളോട് എന്താ ചോദിച്ചത്? സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി ഫ്രാഗ്മെന്റ്സ് എവിടെ ഹിറ്റ് ചെയ്യുന്നല്ലേ ക്വസ്റ്റ്യൻ. അത് എക്സ്പ്ലോഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ആ ബോഡി എവിടെയാണോ ഹിറ്റ് ചെയ്യുന്നത് അതേ പോയിന്റിൽ തന്നെയായിരിക്കും ഫ്രാഗ്മെന്റുകളുടെ സെൻറ്റർ ഓഫ് മാസ് ഹിറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഒരു കോൺസെപ്റ്റ് പറയട്ടെ ഞാൻ. സം ഓഫ് മൊമെന്റ്സ് എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. ഓക്കെ, m1 എന്ന് പറയുന്നൊരു മാസ്, അതുപോലെ ഇവിടെ m2 എന്ന് പറയുന്നൊരു മാസ്. ഇപ്പം രണ്ട് മാസുകളാണ് m2 m1. സെൻറ്റർ ഓഫ് മാസ് ഇതാ ഈ പോയിന്റിലാണെന്ന് വിചാരിച്ചോളൂ. CM സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. m1ൻ്റെയും m2ൻ്റെയും കൂടെയുള്ള സെൻറ്റർ ഓഫ് മാസ് ഈ പോയിന്റിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? r1. അപ്പോൾ ഇത് r2 ആയിട്ട് എടുക്കാം ആണല്ലോ. ഈ m1 r1 ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ m2 r2 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡിറക്ഷൻ അല്ലേ? നിങ്ങൾ m1 r1 പ്ലസ് m2 r2 ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. ഇറ്റ് ഈസ് 0 എബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ഇപ്പം സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്ത് m1 into r1, m1 into r1 is moment of m1, m2 r2 is the moment of m2. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു സം, രണ്ടിൻ്റെയും കൂടെ സം ഓഫ് മൊമെന്റ്സ് m1 r1 m2 r2, സം ഓഫ് മൊമെന്റ്സ് എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. ഇത് 2 പാർട്ടിക്കിൾ ആണെങ്കിൽ മാത്രമല്ല കേട്ടോ, 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ മാത്രമല്ല. സോ മെനി മാസസ് m1 m2 m3 m4 m5 m6 m7 m8 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതാ ഇവിടെയാണ് അവരുടെ എല്ലാവരുടെയും കൂടെയുള്ള സെൻറ്റർ ഓഫ് മാസ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് m1 r1 പ്ലസ് m2 r2 പ്ലസ് m3 r3 പ്ലസ് വെക്ടോറിയൽ ആഡ് ചെയ്യണേ. എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. സോ ഓർമ്മിച്ച് വെച്ചോളൂ കോൺസെപ്റ്റ്. സം ഓഫ് മൊമെന്റ്സ് എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടഫ് പ്രോബ്ലം ചെയ്യാം നമുക്ക്. ആക്ച്വലി ടഫ് എന്ന് പറയുമെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. പറയട്ടെ, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കൂ, എ യൂണിഫോം സർക്കുലാർ ഡിസ്ക് ഓഫ് റേഡിയസ് എ. അപ്പോൾ ബിഗ് ഡിസ്ക് ആണ്, അയാളുടെ റേഡിയസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലത്തിൽ. റേഡിയസ് ഓഫ് ദ ഡിസ്ക് ഈസ് എ.
ഈ ഡിസ്റ്റൻസ്, റേഡിയസ് ഓഫ് ദ ഡിസ്ക്. ഇതാണ് സെൻറ്റർ ഓഫ് ദ ഡിസ്ക്. എ സർക്കുലർ പോർഷൻ ഓഫ് റേഡിയസ് ബി ഹാസ് ബീൻ റിമൂവ്ഡ് ഫ്രം ഇറ്റ്. ഇപ്പം ഞാൻ പറയാം, ഈ ബിഗ് ഡിസ്ക് ആണ്, ആ ഡിസ്കിൻ്റെ സെൻറ്റർ എവിടെയാണ്? യൂണിഫോം ഡിസ്ക് ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? ഡിസ്കിൻ്റെ സെൻട്രലായിരിക്കില്ലേ? ഇപ്പം ഇനീഷ്യലി ഇതാ ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? എ സർക്കുലർ പോർഷൻ ഓഫ് റേഡിയസ് ബി ഹാസ് ബീൻ റിമൂവ്ഡ്. അതാ കണ്ടോ, ബി റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തു, വേക്കൻ്റ് ആയി ആ ഭാഗം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ഭാഗത്ത് മാസ് റിമൂവ് ചെയ്യപ്പെട്ടാൽ സെൻറ്റർ ഓഫ് മാസ് പഴയ അതേ പോയിന്റിൽ നിൽക്കുമോ? അതായത് ഇവിടെ നിൽക്കുമോ? നോ, അത് ഷിഫ്റ്റ് ചെയ്യും. എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഇവിടെ മാസ് നമ്മൾ റിമൂവ് ചെയ്താൽ ഉറപ്പായും നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യും. ഈ പോയിന്റിൽ നിന്നും ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ന്യൂ പോയിന്റ് O2 എന്ന് വിളിച്ചോളൂ. ഇപ്പം ഡിസ്കിന്റെ സെൻറ്റർ ഓഫ് മാസ് സെൻട്രലായിരുന്നു, അതിൽ നിന്നൊരു സ്മോൾ ഡിസ്ക് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ആ പോർഷൻ വേക്കൻ്റ് ആവുന്നു, അതായത് അവിടെ മാസ് വാനിഷ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് സിസ്റ്റത്തിന്റെ സെൻറ്റർ ഓഫ് മാസ് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും? മാസ് കൂടുതലുള്ള ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റ് ചെയ്ത പോയിന്റ് ആണ് O2. റിമൂവ് ചെയ്ത ഡിസ്കിന്റെ സെന്റർ ആണ് O1. പോയിന്റ് O1. ആ ഡിസ്റ്റൻസ് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അറ്റ് എ ഡിസ്റ്റൻസ് C ഫ്രം ദ ഒറിജിനൽ ഡിസ്ക്. ഓക്കെ, അറ്റ് എ ഡിസ്റ്റൻസ് C. ഓക്കെ, the distance x2 of the center of mass of the remaining part from the initial center of mass O is given by. Question clear ആയല്ലോ? ഇനീഷ്യലി സെൻറ്റർ ഓഫ് മാസ് ഇവിടെയായിരുന്നു, അതിനുശേഷം നിങ്ങളൊരു സ്മോൾ ഡിസ്ക് റിമൂവ് ചെയ്തു. അയാളുടെ റേഡിയസ് ബി ആണ്, അയാളുടെ സെൻറ്റർ ഓൾറെഡി ഉണ്ടായിരുന്ന ഡിസ്കിന്റെ സെൻറ്ററിൽ നിന്നും C ഡിസ്റ്റൻസ് അകലെയാണ്. അങ്ങനെ ഒരു ഡിസ്ക് റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? റിമൈനിങ് ഡിസ്കിന്റെ സെൻറ്റർ ഓഫ് മാസ് ഇതാ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഷിഫ്റ്റ് ചെയ്ത ഡിസ്റ്റൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഷിഫ്റ്റിംഗ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്, ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, ഇത് ചെയ്യാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. വി നോ സം ഓഫ് മൊമെന്റ്സ് about the center of mass is 0. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതാണല്ലോ നമ്മുടെ ഡിസ്കിന്റെ സെന്റർ. ആദ്യം ഇനീഷ്യലി ആ ഡിസ്കിന്റെ സെന്റർ, ആ ഡിസ്കിന്റെ മാസ് M എന്ന് വിചാരിച്ചോളൂ. M, ടോട്ടൽ മാസ് ഓഫ് ദ ഡിസ്ക് ഈസ് M. ടോട്ടൽ മാസ് ഓഫ് ദ ഡിസ്ക്. കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ടോട്ടൽ മാസ് ഓഫ് ഡിസ്ക് M. ഇറ്റ്സ് റേഡിയസ് തന്നിട്ടുണ്ട്, ഇറ്റ്സ് റേഡിയസ് ഈസ് A. റേഡിയസ് A. അതിനുശേഷം റിമൂവ് ചെയ്ത ഇയാളുണ്ടല്ലോ, ഈ മാസ്, ഇയാളുടെ മാസ് നിങ്ങൾ M1 എന്ന് വിചാരിച്ചോളൂ. M1 ഈസ് ദ മാസ് ഓഫ് ദി സർക്കുലർ പോർഷൻ ഓഫ് റേഡിയസ് B. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് പാർട്ടിന്റെ മാസ് നിങ്ങൾ M2 എന്ന് എടുക്കൂ. ഓക്കെ, ഇപ്പൊ M1 ക്ലിയർ ആയോ? M1 എന്ന് പറയുമ്പോൾ റിമൂവ് ചെയ്ത ആ ചെറിയ ഡിസ്കിന്റെ മാസാണ് M1. ഓക്കെ, റിമൈനിങ് മാസ് ഉണ്ടല്ലോ, അതായത് ആ ചെറിയ ഡിസ്ക് മുറിച്ച് മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന മാസ് ഉണ്ട്, അതിന്റെ മാസാണ് M2. ക്ലിയർ ആണല്ലോ? ഈ M1 റിമൂവ് ചെയ്തപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഞാൻ M1 വീണ്ടും ആ പൊസിഷനിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നു. അതായത് ഈ റിമൂവ് ചെയ്ത M1 ഞാൻ എവിടെ തന്നെ വെക്കുന്നു? വീണ്ടും പഴയ അതേ സ്ഥലത്ത് ഫിറ്റ് ചെയ്യുന്നു. അപ്പം എന്ത് സംഭവിക്കും? ആ M1 എന്ന് പറയുന്ന മാസ് തിരിച്ച് അവിടെ തന്നെ വന്നാൽ വീണ്ടും സെൻറ്റർ ഓഫ് മാസ് ഇവിടേക്ക് തന്നെ വരില്ലേ? ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എബൌട്ട് C എന്ന് പറയുമ്പോൾ, സോറി C അല്ല, O. ഇയാളുടെ മാസ് M1, ആ റിമൂവ് ചെയ്ത ആളെ ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ എബൌട്ട് O M1R1 പ്ലസ് റിമൈനിങ് മാസ് M2 പ്ലസ് M2R2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം.
കാരണം ഇനീഷ്യലി സെൻറ്റർ ഓഫ് മാസ് നമ്മൾ ഇവിടെ എടുത്തിരുന്നു, ഈ ഡിസ്ക് റിമൂവ് ചെയ്തപ്പോൾ സെൻറ്റർ ഓഫ് മാസ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു, പക്ഷെ വീണ്ടും അയാൾ എവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ സെൻറ്റർ ഓഫ് മാസ് വീണ്ടും അവിടേക്ക് തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇയാളുടെ മൊമെന്റും റിമൈനിങ് മാസിന്റെ മൊമെന്റും എബൌട്ട് ദ പോയിന്റ് ഓ എന്തായിരിക്കണം? 0 വരണ്ടേ? അതാണ് കൺസെപ്റ്റ്. സം ഓഫ് മൊമെന്റ്സ് എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. M1R1 ഈക്വൽ ടു മൈനസ് M2R2 ആണല്ലോ. മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുകയാണെങ്കിൽ M1R1 ഈസ് ഈക്വൽ ടു M2R2. M1R1 ഈക്വൽ ടു M2R2. ഇത്രയും ക്ലിയർ അല്ലേ? M1 ഈസ് ദ മാസ് ഓഫ് ദ സ്മോൾ ഡിസ്ക്, R1 ഈസ് ദിസ് മച്ച് ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഗിവൺ ആസ് C. M2 ഈസ് ദ മാസ് ഓഫ് ദ റിമൈനിങ് പോർഷൻ ആൻഡ് R2 ഈസ് ദ ഡിസ്റ്റൻസ് OO2, ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി M1 എങ്ങനെ കാണും? M1 കാണാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. M1R1 എന്ന് പറയുമ്പോൾ ആകെയുള്ള മാസ് M. ഓക്കെ, ടോട്ടൽ മാസ് M. ആകെയുള്ള മാസ് ബൈ ആകെയുള്ള ഏരിയ പറയൂ, പൈ എ സ്ക്വയർ. എന്തുകൊണ്ടാ പൈ എ സ്ക്വയർ? ടോട്ടൽ ഡിസ്ക്. അപ്പോൾ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ഏരിയ ഇൻറ്റു നമുക്ക് ആവശ്യം ഇയാളുടെ മാസ് ആയതുകൊണ്ട് അയാളുടെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു പൈ ബി സ്ക്വയർ. ഓക്കെ, M ബൈ പൈ എ സ്ക്വയർ, മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു നമുക്ക് ആവശ്യമുള്ള ഏരിയ, ഇൻറ്റു M1R1. R1 ഈസ് C. C ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് C ഈക്വൽ ടു M2. M2 എന്ന് പറയുമ്പോൾ ആരുടെ മാസ് മാത്രമാണ് വേണ്ടത്? റിമൈനിങ് പാർട്ടിന്റെ മാസ് അല്ലേ വേണ്ടത്? അതെങ്ങനെ കാണും? നേരത്തെ ചെയ്തതുപോലെ ആകെയുള്ള മാസ് M, ആകെയുള്ള ഏരിയ പൈ എ സ്ക്വയർ. നമുക്ക് ആവശ്യമുള്ളത് ആരുടെ മാത്രം മതി? നമുക്ക് റിമൈനിങ് പാർട്ടിൻ്റെ അല്ലേ ആവശ്യമുള്ളത്? അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? പൈ എ സ്ക്വയർ മൈനസ് പൈ ബി സ്ക്വയർ. എന്തുകൊണ്ടാണ് പൈ എ സ്ക്വയർ മൈനസ് പൈ ബി സ്ക്വയർ? കാരണം ടോട്ടൽ പൈ എ സ്ക്വയർ ആണ്, അതിൽ ഇത്രയും പോർഷൻ പോയ റിമൈനിങ് പാർട്ടിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ പൈ എ സ്ക്വയർ മൈനസ് പൈ ബി സ്ക്വയറിലേ വരാം, ഇൻറ്റു R2. ആ R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. R2 എന്ന് പറയുമ്പോൾ ഇവിടെ x2 കേട്ടോ, x2 ഇതാ കണ്ടോ, ഈ ഡിസ്റ്റൻസ് x2. അപ്പോൾ നമുക്ക് M ബൈ പൈ എ സ്ക്വയർ ക്യാൻസൽ ആയി പോകുന്നു അല്ലേ? അപ്പോൾ പൈ ബി സ്ക്വയർ C ഈക്വൽ ടു പൈ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ x2. നമുക്ക് x2 അല്ലേ കാണേണ്ടത്? പൈ കട്ടായി പോയി. അപ്പോൾ x2 ഈക്വൽ ടു ബി സ്ക്വയേർഡ് C ഡിവൈഡഡ് ബൈ ബി സ്ക്വയേർഡ് C ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. റൈറ്റ്? ഓപ്ഷൻ ഉണ്ടോ? ബി സ്ക്വയർ C ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതല്ല, ഇവിടെ പൈ ഉണ്ട്, അല്ല ഇതാവാം. ഇതാ സി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതുമല്ല. ഇതിലൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇവിടെ നോക്കൂ, ഈ ആൻസർ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും. ഇതാ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ. എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ? യെസ്, നെഗറ്റീവ് സൈൻ ഉണ്ട്. കാരണം ഈ പോയിന്റ് ഒറിജിനായി ചൂസ് ചെയ്ത് ഇങ്ങോട്ടുള്ളത് നമ്മൾ പോസിറ്റീവാക്കി എടുത്താൽ ഇവിടുന്ന് ബാക്കിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ നെഗറ്റീവായിട്ട് പറയണ്ടേ? അതുകൊണ്ട് നമ്മളൊരു നെഗറ്റീവ് സൈൻ നേരത്തെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തിരുന്നു, ആ നെഗറ്റീവ് സൈൻ കൊണ്ടുവരണം. അതുകൊണ്ട് യുവർ ആൻസർ ഈസ് മൈനസ് ബി സ്ക്വയേർഡ് C ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് നമ്മൾ ഇവിടെ നിന്നൊരു മാസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് പാർട്ടിന്റെ സെന്റർ ഓഫ് മാസ് ഒറിജിനിൽ നിന്നും ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവുന്നു, അതായത് നെഗറ്റീവ് സൈഡിലോട്ട് ഷിഫ്റ്റ് ആവുന്നു. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ബുക്കുകളിൽ കാണാം. ഡിസ്കിൽ നിന്നും R/2 റേഡിയസ് ഉള്ള ഡിസ്ക് മുറിച്ച് മാറ്റി, സോളിഡ് സ്ഫിയർ നിന്ന് R/2 റേഡിയസ് ഉള്ള സ്ഫിയർ മുറിച്ച് മാറ്റി, അങ്ങനെ എല്ലാം പ്രോബ്ലംസ് കാണാം. എത്ര ദൂരം റിമൈനിങ് പാർട്ടിന്റെ സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാം. ഇതാണ് കോൺസെപ്റ്റ്. സം ഓഫ് മൊമെന്റ്സ് എബൌട്ട് ദ സെന്റർ ഓഫ് മാസ് ഈസ് 0.